അല്ല ഈ സിംഹവും പുലിയൊക്കെ കാണുമോ ഇവിടെ? പേടിക്കണ്ട മുത്തശ്ശി, ഒരാപത്തുണ്ടാവില്ല. ഇതിന്റെ പുറകെ വേട്ടക്കാർ കൂടിയിരിക്കുക. ഇതിനുറങ്ങാനുള്ള ഇഞ്ചക്ഷൻ അവർ ചെയ്തിട്ടുണ്ട്. ഇത് ഉറങ്ങി കഴിയുമ്പോ അവരിതിനെ പിടിച്ചോണ്ട് പോകും. ഞാൻ ഇപ്പൊ തന്നെ ഫോറസ്റ്റ് റേഞ്ചറെ വിളിക്കാം. അല്ല ഈ ശിവയും കൂട്ടുകാരെ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. അതെ, ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആനയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. കണ്ടില്ലേ, ഇപ്പൊ അത് അബോധാവസ്ഥയിലാണ്. ഈ സമയത്ത് വേട്ടക്കാര് വന്നാൽ ഇതിന് പിടിച്ചോണ്ട് പോവും. ജീപ്പിന്റെ ശബ്ദം കേൾക്കുന്നു ശിവ. ആദി, നീ മുകളിൽ പോയി നോക്ക്, ഏതെങ്കിലും ജീപ്പ് വരുന്നുണ്ടോന്ന്. വരൂ, വേഗം വെള്ളെടുത്തുണ്ട് വന്ന് ഈ ആനയെ എണിപ്പിക്കാം. വേഗം എഴുന്നേൽക്ക്, വേഗം എഴുന്നേൽക്ക്, അല്ലെങ്കിൽ ആ വേട്ടക്കാര് വരും. അതെ, എഴുന്നേൽക്ക്, വേഗം എഴുന്നേൽക്ക്, അവര് നിന്നെ അന്വേഷിച്ചാ വരുന്നത്. ശിവ, അവിടെ ജീപ്പ് വരുന്നുണ്ട്. 2 ജീപ്പാ ഉള്ളത്. അതില് വേട്ടക്കാരൊക്കെ ഉണ്ട്. അവരുടെ കയ്യില് ആയുധങ്ങളുണ്ട്. വരും, നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. നമ്മൾ ഈ ആനയെ ഇങ്ങനെ വിട്ടിട്ട് പോവാൻ പാടില്ല. നമുക്ക് ഇതിനെ രക്ഷിച്ചേ പറ്റൂ. ഇനി ആ വേട്ടക്കാര് ആനയോടൊപ്പം നമ്മളെയും പിടിച്ചോണ്ട് പോകും. യെസ്, ഇവിടെയുള്ള ഇലകൾ വെച്ച് നമുക്ക് അതിനെ ഒളിപ്പിക്കാൻ നോക്കാം. ഞാൻ എന്തിനു കാണുന്നു? ആർക്ക് വേണ്ടി ബലവരിച്ചതാണ് ഇത്? എവിടുന്ന് വന്നു ഈ കുട്ടികള്? കുരുത്തം കൊട്ട പിള്ളേര്! എടോ കുട്ടികളെ, ഈ വഴിക്കെങ്ങാനും ഒരു വെള്ള നിറത്തിലുള്ള ആന പോകുന്ന കണ്ടോടെ? ഞങ്ങള് ആനയെ കണ്ടു.
എനിക്കിപ്പോ പണിയ എന്നാ തോന്നുന്നു. ഞാനാണ് നായാട്ട് മാസ്റ്റർ ശാഖ. ഈ ശാഖയുടെ കയ്യിൽ നിന്നും വന്യമൃഗങ്ങൾക്കൊന്നും രക്ഷയില്ല. അതാണ് ശാഖ. ഔ, എടുക്കടാ വണ്ടി, വരൂ, പെട്ടെന്ന് പോയി അന്വേഷിക്കേ. വേട്ടക്കാരൻ മാസ്റ്റർ ഈ ശാഖേനെയും കൊണ്ടുപോടോ. നിക്കടോ. നീ ഇവിടെ തന്നെ ഇരിക്കട്ടോ, ഞങ്ങൾ ആരെങ്കിലും ഹെൽപ്പിനെ വിളിച്ചോണ്ട് വരാം. മോളെ മോളെ മമ്മി. താങ്ക് യു മോനെ, താങ്ക് യു വെരി മച്ച്. നിങ്ങളെല്ലാവരും എന്റെ മോളുടെ ജീവൻ രക്ഷിച്ചു. നീ എന്തിനാ കാട്ടിലേക്ക് പോയ ശിവ? എന്തെങ്കിലും സംഭവിച്ചാലോ? അത് പിന്നെ മുത്തശ്ശി, ഞങ്ങളെല്ലാവരും ആനയെ കാണാൻ വേണ്ടി പോയതാ. അതിപ്പോ കാട്ടിന്റെ അകത്ത് അബോധാവസ്ഥയിൽ കിടക്കാണ്. രേവ, നമ്മളിപ്പോ ഫോറസ്റ്റ് ഓഫീസറോട് ഈ കാര്യം പറയണം. ആ ആനയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. ഓ അത് ശരി. സാറേ, ഇവിടെ ഐരാവതമില്ല. ഓ പിന്നെ അതുപോലെ വലിയ വണ്ടി വന്നതിന്റെ ടയറിന്റെ പാടുമില്ല സാറേ. അപ്പൊ അതിന്റെ അർത്ഥം ഐരാവതത്തിന് ആരും കൊണ്ടുപോയിട്ടില്ലെന്നല്ലേ? എന്നാ ശരി രാംദിൻ, ആയിക്കോട്ടെ. വേട്ടക്കാരെ ശ്രദ്ധിക്കുക. ആരെങ്കിലും കണ്ടാൽ ഉടനെ തന്നെ എന്നെ അറിയിക്കുക. ഓവർ ആൻഡ് ഔട്ട്. ശിവ, ആ നിനക്കറിയില്ലേ നീ എത്ര വലിയ സഹായമാണ് ചെയ്തിരിക്കുന്നത്. നീ ഒരു കുട്ടിയെ മാത്രമല്ല, ഐരാവതിനെയും കൂടി രക്ഷപ്പെടുത്തിയിരിക്കുന്നു. നീ നല്ലൊരു വീരനാ. നിക്ക്, ഞാൻ പോയി ബോൾ എടുത്തോണ്ട് വരാം. എന്റെ മേത്ത് ഓരോരുത്തർ ശക്തിക്ക് ബോൾ എറിഞ്ഞത്. ഞാൻ ഇട്ട ബോൾ കാടിന്റെ അകത്ത് പോയി ഏതോ മരത്തിൽ പെട്ട് അങ്ങനെ തന്നെ റിവേഴ്സിൽ വന്നിരിക്കാന്നാ തോന്നുന്നത്. ആഹാ, ഗോളടിച്ചല്ലോ, ഗോളടിച്ചല്ലോ, ഗോളടിച്ചല്ലോ. എന്താ അത്, ബോൾ എടുക്കാൻ പോകുന്നില്ലേ? നോക്ക് ശിവ, അവിടെ ആരും ഒളിഞ്ഞിരിപ്പുണ്ട്. മനഃപൂർവ്വം ബോൾ എടുത്ത് എന്റെ നേർക്ക് എറിയുവാ. ഞാൻ പോയി നോക്കിട്ട് വരാം. ശിവ, ശിവ, ശിവ. ആരെങ്കിലും ഓടി വരണേ, എന്റെ ശിവയെ രക്ഷിക്കണേ. ഐരാവത